നമസ്കാരം. അഥവാ നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിരവധി കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. പലപ്പോഴും ചിലർക്ക് വിമർശിക്കാറുണ്ട് സംവിധാനം മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ഇനിയുള്ള കാലങ്ങൾ ഉപയോഗിക്കപ്പെടുക എന്ന്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ആരോഗ്യരംഗം പോലെയുള്ള ചില മേഖലകളിലൊക്കെ തന്നെ ഇതിൻ്റെ പ്രയോജനം ഏറെ വർദ്ധിക്കുമെന്നാണ്. തന്നെയായിരിക്കും ഒരുപക്ഷെ അടുത്തൊരു 10 വർഷം കഴിഞ്ഞാൽ ആരോഗ്യ മേഖലയിൽ ഒരുപാട് സഹായകരമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക സംവിധാനം എന്നുള്ള അവസ്ഥയിലേക്ക് ഇപ്പോൾ എത്തുകയാണ്. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്നതിൻ്റെ ഒരു സംവിധാനമാണ് പുറത്തിറക്കിയിരിക്കുന്നത്. അടുത്ത 10 വർഷത്തിനുള്ളിൽ, ഒരുപക്ഷെ 20 വർഷത്തിനുള്ളിൽ വരെ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ഏതാണ്ട് 1000-ഓളം രോഗങ്ങളെക്കുറിച്ച് മുൻകൂട്ടി നമ്മളെ അറിയിക്കാൻ ഈ സംവിധാനത്തിലൂടെ കഴിയും. ഇക്കാര്യത്തിൽ ഇത് സംബന്ധിച്ച ഗവേഷണം നടത്തിയ ശാസ്ത്രജ്ഞന്മാരൊക്കെ തന്നെ ഒന്നടങ്കം പറയുന്നത് മാരക രോഗങ്ങൾ മാത്രമല്ല, ചെറിയ രോഗങ്ങൾ പോലും, അതായത് സാധാരണഗതിയിൽ അവർ ഉദാഹരണമായി പറയുന്നത് മഴ പെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നത് പോലെ അടുത്ത വർഷങ്ങളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും അസുഖം വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം ഈ സംവിധാനം നമുക്ക് മുൻകൂട്ടി പറയും എന്നാണ്. ഡെൽഫി 2M എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് രോഗികളുടെ ഡാറ്റ പരിശോധിച്ച് അവയിൽ ഗവേഷണം നടത്തിയതിന് ശേഷമാണ് ഈ ഡെൽഫി 2M എന്നുള്ള ഈ ഒരു സംവിധാനം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ രോഗവുമായി ചെല്ലുമ്പോൾ ഈ സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ കൃത്യമായി നിങ്ങൾ നേരത്തെ പൊണ്ണത്തലയുള്ള ആളായിരുന്നോ, നിങ്ങൾ മദ്യപിക്കുന്ന ആളായിരുന്നോ, പുകവലിക്കുന്ന ആളായിരുന്നോ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും ഈ സംവിധാനം നമുക്ക് പറഞ്ഞു തരും. മാത്രവുമല്ല, ഭാവിയിൽ നമ്മൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യവും ഈ സംവിധാനത്തിലൂടെ നമുക്ക് ലഭിക്കാൻ കഴിയും. ഇത് ആരോഗ്യ മേഖലയിലെ വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം പലപ്പോഴും നമ്മൾ രോഗം ബാധിച്ചതിന് ശേഷമായിരിക്കും കാര്യം തിരിച്ചറിയുക. പ്രത്യേകിച്ച് ഈ അർബുദം, അതല്ലെങ്കിൽ ഹൃദ്രോഗം പോലെയുള്ള മാരകമായ രോഗങ്ങളൊക്കെ തന്നെ വരുമ്പോൾ അത് നമ്മളെ ബാധിച്ച് നമ്മൾ കിടപ്പിലാകുമ്പോഴായിരിക്കും പലപ്പോഴും ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോഴേക്കും ഈ രോഗം അതിൻ്റെ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷേ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുകയാണെങ്കിൽ 1000-ഓളം രോഗങ്ങളെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. 1000-ഓളം രോഗങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുള്ള രോഗങ്ങളെക്കുറിച്ച് കൃത്യമായി ഈ സംവിധാനത്തിന് കണ്ടുപിടിക്കാൻ കഴിയും എന്നുള്ളത് വളരെ വിപ്ലവകരമായൊരു മാറ്റത്തിന് തന്നെയായിരിക്കും ഇത് വഴിവെക്കുക എന്നാണ് പറയപ്പെടുന്നത്. UK ബയോബാങ്കിലെയും ഡാനിഷ് ദേശീയ രോഗ രജിസ്ട്രിയിലെയും രോഗികളുടെ ഡാറ്റയാണ് ഈ സംവിധാനം പരിശോധിച്ചത്. ഓരോ വ്യക്തികളുടെയും അവരുടെ മുൻകാല രോഗചരിത്രത്തെ കൂടി ആശ്രയിച്ചായിരിക്കും ഈ പഠനം മുന്നോട്ട് പോവുക. എന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഈ സംവിധാനം ഉപയോഗിക്കുന്നതിന് മുമ്പ് നമ്മുടെ പഴയകാല ആരോഗ്യ ചരിത്രം എന്നുള്ള കാര്യം കൂടി നമ്മൾ അവരെ അറിയിക്കേണ്ടി വരും. പിന്നീട് നടത്തുന്ന വിശകലനങ്ങളിലൊക്കെ തന്നെ അത് വളരെ കൃത്യമായി കണ്ടെത്താനും ഭാവിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മറ്റേതെല്ലാം രോഗങ്ങളിലേക്ക് ഇത് കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ള കാര്യവും ഈ സംവിധാനം നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തരും. ജനറേറ്റീവ് എന്ന സംവിധാനത്തിൽ മനുഷ്യൻ്റെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഫലപ്രദമായി പ്രവർത്തിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ ഒരു പുതിയ കണ്ടെത്തൽ മാറുകയാണ് എന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഡോക്ടർമാർ നേരിട്ട് പരിശോധിച്ച്, അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്കുള്ളതുപോലെ സ്കാനിങ്ങും മറ്റും ഉപയോഗിച്ചാണ് രോഗങ്ങൾ നിർണ്ണയിക്കുന്നത്. പക്ഷേ പണ്ടത്തെ കാലത്ത് നമുക്ക് ഈ സ്കാനിങ് ഒന്നും ഇല്ലായിരുന്ന കാലത്ത് എക്സ്റേ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അതല്ല, ഡോക്ടർമാരുടെ അവരുടെ ഒരു പരിചയത്തിൻ്റെ, അവരുടെ ഒരു എക്സ്പീരിയൻസിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും പലപ്പോഴും രോഗങ്ങൾ നിർണ്ണയിക്കുന്നത്. ഇനി ഏതായാലും സംവിധാനം കൂടി വന്നതോടുകൂടി കാര്യങ്ങൾ വളരെ എളുപ്പത്തിലായി. ഇപ്പോഴുള്ള രോഗം മാത്രമല്ല, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള രോഗങ്ങൾ കൂടി കണ്ടെത്താൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമാണ്. നമുക്ക് ഭാവിയിൽ അർബുദമോ ഹൃദ്രോഗമോ ബാധയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ച് നമ്മുടെ ജീവിതശൈലിയെ നമുക്ക് മാറ്റാനും, അതല്ലെങ്കിൽ മുൻകൂട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും, അങ്ങനെ രോഗം വരുന്നതിനെ തടയാനും കഴിയുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. കാരണം ഈ സംവിധാനം നാളെ ഈ ആരോഗ്യ മേഖലയിൽ വരുത്താൻ പോകുന്നത് ഒരുപക്ഷെ നമ്മൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയൊരു വളർച്ചയായിരിക്കും. അതിൻ്റെ ഒരു നാഴികക്കല്ലായിരിക്കും ഇപ്പോഴുള്ള ഈ ഒരു പുതിയ സംവിധാനം എന്ന് വേണം കരുതാൻ. വളരെ കുറഞ്ഞ വർഷത്തിനുള്ളിൽ തന്നെ ഇത് പൂർണ്ണമായും പ്രവർത്തന തലത്തിലെത്തും എന്നുള്ളതാണ് മറ്റൊരു ആശ്വാസകരമായ കാര്യം. പിന്നീട് അങ്ങോട്ട് ഇത് ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഈ സംവിധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ രോഗികൾക്കും രോഗം വരാൻ സാധ്യതയുള്ളവർക്കും ഇത് ഏറെ ആശ്വാസം പകരും.